ഇന്നലെ രാത്രി റിവർ ഫ്രണ്ട് റിസോർട്ടിൻ്റെ നിശബ്ദതയിൽ ഞങ്ങളെ താരാട്ടുപാടി ഉറക്കിയതുപോലെ ഇന്ന് പുലർച്ചെ ഞങ്ങളെ ഉണർത്തിയിരിക്കുകയാണ് കല്ലുകളിൽ തട്ടിയൊഴുകുന്ന നദിയുടെ സംഗീതം. ജാലകം തുറന്നപ്പോൾ മലകൾക്കിടയിലൂടെ ഇളം മഞ്ഞ് പതിയെ ഒഴുകി നീങ്ങുന്നു. തണുത്ത കാറ്റ് മുഖത്തെ തലോടുന്നു. കാത്തുകാത്തിരുന്ന ആ യാത്ര ആരംഭിക്കുകയായി. ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ ബുദ്ധക്ഷേത്രങ്ങളിലൊന്നായ ഭൂട്ടാനിലെ ടൈഗർ നെസ്റ്റിലേക്കുള്ള ആ സാഹസിക യാത്ര അഥവാ ട്രെക്കിംഗ്. ഞങ്ങളുടെ വാഹനം ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. ഈ കുതിരകളും അങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പൈൻ മരങ്ങൾ നിറഞ്ഞ മലകൾ, ഓരോ വളവും ഭൂട്ടാൻ്റെ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ചിത്രം തുറന്നു കാട്ടുകയായിരുന്നു. വാഹനമിത ടൈഗർ നെസ്റ്റ് ട്രെക്കിംഗ് ആരംഭിക്കുന്ന സ്ഥലത്ത് എത്തി. ആദ്യത്തെ പരിപാടി ഈ വടി വാങ്ങലാണ്. യാത്രയിൽ ആത്മവിശ്വാസം പകരാൻ ഈ വിശ്വസ്ത കൂട്ടുകാരൻ കൂടിയേ തീരൂ. പിന്നെ വടിയും പിടിച്ചുള്ള സന്തോഷ പ്രകടനം. നെസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ. യാത്രയ്ക്ക് ഒരാമുഖവുമായി ഗൈഡ് കിലെ. ഇതിനിടെ ഗൈഡ് വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കി. ആദ്യ നോട്ടത്തിൽ ഒന്നും വ്യക്തമായില്ലെങ്കിലും മലയുടെ നെറുകയിലേക്ക് ക്യാമറ സൂം ചെയ്തപ്പോൾ പാറയുടെ നെഞ്ചിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ ഒരു വെളുത്ത ക്ഷേത്രം. ഏറ്റവും മുന്നിൽ കിലെ, ഏറ്റവും പിന്നിൽ ടീം മാനേജർ പ്രയാഗ്. അതിനിടയിലാണ് ഞങ്ങൾ നടക്കേണ്ടത്. ഒരുക്കങ്ങളെല്ലാം ഓക്കെ. ഇതാ ട്രെക്കിങ്ങിൻ്റെ സൈറൺ മുഴങ്ങുകയായി. ഇതിനിടയിൽ കിലയുടെ വാക്കുകൾ. ഇവിടുന്ന് ക്ഷേത്രം കാണുന്നത് എളുപ്പമാണ്, പക്ഷേ അവിടെ എത്തണമെങ്കിൽ ഓരോ ചുവടും സ്വന്തം കാലുകൾ കൊണ്ടാണ് കയറേണ്ടത്. അത് കേട്ടപ്പോൾ ആവേശത്തോടൊപ്പം ഒരു ചെറിയ വെല്ലുവിളിയും മനസ്സിലേക്ക് കടന്നു വരാതിരുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3100 മീറ്ററിലധികം ഉയരത്തിൽ 900 മീറ്ററോളം ഉയരമുള്ള പാറക്കെട്ടിൻ്റെ അരികിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂട്ടാനിലെ ഏറ്റവും വിശുദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തണമെന്നാണ് ഓരോ ഭൂട്ടാനിയുടെയും ആഗ്രഹം. ഗുരു പത്മസംഭവൻ. ഭൂട്ടാനിൽ ഗുരു റിംപോച്ച എന്നറിയപ്പെടുന്ന ആചാര്യൻ ഒരു കടുവയുടെ പുറത്ത് പറന്നെത്തി ഈ മലയിലെ ഗുഹയിൽ ധ്യാനിച്ചുവെന്നാണ് വിശ്വാസം. ആ ധ്യാന ഗുഹയ്ക്ക് മുകളിലാണ് ലോകപ്രശസ്തമായ ഈ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടൈഗേഴ്സ് നെസ്റ്റ് എന്ന പേരും ലഭിച്ചു. ഇതാണ് ഭൂട്ടാനികളുടെ വിശ്വാസം. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ കഫ്റ്റീരിയ വരെയുള്ള യാത്രയുടെ ആദ്യഘട്ടത്തിൽ നടക്കാൻ പ്രയാസമുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ കുതിരപ്പുറത്ത് പോകാം. ഞങ്ങളിൽ ആരും കുതിരസവാരി തിരഞ്ഞെടുത്തില്ല. ഇടയ്ക്ക് ഇരുന്നും ലഘുഭക്ഷണങ്ങൾ കഴിച്ചും ആവേശപൂർവം നടന്നു തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഗൈഡ് സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളി നിറഞ്ഞ യാത്രയാണെങ്കിലും ഇതുപോലെയുള്ള ഉയരക്കാഴ്ചകൾ ആവേശം പകരുന്നു. ധാരാളം യാത്രികരുള്ള
ഒരു ദിവസമാണ് ഇന്ന്. അവരിലൊരാളായി ഞാനും ഞങ്ങളും. മണ്ണും ചെറിയ കല്ലുകളും നിറഞ്ഞ മലമ്പാത, ഇരുവശവും ആകാശം മുട്ടുന്ന പൈൻമരങ്ങൾ, ഇടയ്ക്കിടെ കാറ്റിലാടുന്ന പ്രാർത്ഥനാ പതാകകൾ, പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു തീർത്ഥയാത്രയുടെ വഴി പോലെ ഓരോ ചുവടും മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഞങ്ങൾ. ഇതാ കഫ്റ്റീരിയയിൽ എത്തിയിരിക്കുന്നു. നീണ്ട യാത്രക്കിടയിലെ വിശ്രമ കേന്ദ്രം. ടൈഗേഴ്സ് നെസ്റ്റിൻ്റെ അതിമനോഹരമായ കാഴ്ച ലഭിക്കുന്ന ആദ്യ കേന്ദ്രവും. പല സമയത്തായി ഇവിടെ എത്തിയവർ കണ്ടപ്പോൾ സൗഹൃദം പുതുക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഏറ്റവും പിന്നിലായി വന്ന പ്രയാഗും എത്തിയിരിക്കുന്നു. യാത്രികരോട് യാത്രയുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയാണ് ടൂർ മാനേജർ കൂടിയായ പ്രയാഗ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഗംഭീര യാത്രയായിരുന്നു, നല്ല സാഹസിക യാത്രയായിരുന്നു. പക്ഷെ അതേസമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റിയ, പല കാഴ്ചകളും കണ്ട് നടക്കാൻ പറ്റിയ വളരെ ആസ്വാദ്യകരമായ യാത്രയായിരുന്നു. യാത്രാനന്ദം നൽകിയ യാത്ര ആനന്ദകരം. ഇതുപോലെ ട്രെക്കിങ് ഞാനത് താഴത്തുനിന്ന് മുകളിൽ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നന്നായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. എല്ലാ ബേർഡ് സൗണ്ടുകളും ആസ്വദിച്ചിട്ട് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. യാത്ര തുടരുകയാണ്. കഫ്റ്റീരിയയിൽ നിന്ന് ടൈഗേഴ്സ് നെസ്റ്റിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം മാത്രം. പക്ഷേ ആ 1 കിലോമീറ്ററാണ് ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ ഭാഗം. ഞങ്ങളുടെ സംഘത്തിലെ 4 പേരൊഴികെ 18 പേരും തുടക്കം മുതൽ യാത്രയിലുണ്ട്. ആരോഗ്യപരമായ കാരണത്താലാണ് ആ 4 പേർ പിൻവാങ്ങിയത്. എന്നാൽ മുട്ടുവേദന ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിലും എന്തുതന്നെയായാലും ടൈഗേഴ്സ് നെസ്റ്റ് കയറണം എന്ന ആഗ്രഹത്താൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് തുണയായി ഒപ്പം നടക്കുകയാണ് ഞങ്ങൾ 3 പേർ. ഇടയ്ക്ക് അപരിചിതരായ മലയാളികളും അല്ലാത്തവരുമായ ആളുകളുടെ കുശലം പറച്ചിലും. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടത്തേക്ക്? ടൈഗർ നെസ്റ്റ്. എന്തായാലും അവിടെ എത്തും. ഓക്കെ ഗൈസ്, ഓക്കെ, വി ആർ കമ്മിങ്. വഴിയിൽ കണ്ട ഇതുവരെ പരിചയമില്ലാത്ത ആളുകളുടെ കരുതൽ പോലും എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ അധ്യാപകരാണെന്നറിഞ്ഞപ്പോൾ കൈകൂപ്പി വന്ദിക്കുകയായിരുന്നു ഭൂട്ടാനികളായ ആളുകൾ. അവരെ പഠിപ്പിച്ച അധ്യാപകരിൽ പലരും മലയാളികളായിരുന്നുവത്രേ. അധ്യാപകനായതിൽ അഭിമാനം തോന്നിയ നിമിഷം. ഏറെ പിന്നിലായ ഞങ്ങളെയും കാത്ത് ഏതാണ്ട് 3/4 മണിക്കൂറോളം ഇരിക്കുകയായിരുന്നു ഇവിടെ ഞങ്ങളുടെ സംഘാംഗങ്ങൾ. ഇനിയങ്ങോട്ട് ഇറക്കവും കയറ്റവുമായി കുറേ കൽപ്പടവുകളാണ്. എല്ലാവരും എത്തിയ ശേഷമേ ഇവിടെ നിന്ന് പുറപ്പെടാൻ കഴിയൂ എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അത്രേ ഞങ്ങളുടെ ഗൈഡായ കിലെ. ബാക്കിയുള്ളവർ പിന്നെയും നടത്തം വേഗത്തിലാക്കിയപ്പോൾ ഞങ്ങൾ പതിവ് പോലെ മെല്ലെ മെല്ലെ നടക്കുകയായിരുന്നു. കൽപ്പടവുകൾ ഇറങ്ങിയും കയറിയും ടൈഗേഴ്സ് നെസ്റ്റിൽ എത്തുമെന്ന ദൃഢനിശ്ചയത്തോടെ
കരുതലോടെ. വെളുത്ത ചുമരുകളും ചുവന്ന നിറത്തിലുള്ള ചരിഞ്ഞ മേൽക്കൂരയും അതിനുമീതെ സ്വർണ്ണ ശിഖരങ്ങളുമായി ആ ക്ഷേത്രം ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. ഒപ്പം മനോഹരമായ വിദൂര കാഴ്ചകളും. ഓരോ കയറ്റത്തിനും ഓരോ ഇറക്കമുണ്ട്, ഓരോ ഇറക്കത്തിനും ഓരോ കയറ്റവും. ജീവിത പാഠം പകർന്നു നൽകുന്ന കൽപ്പടവുകൾ താണ്ടി ഞങ്ങൾ പിന്നെയും മുന്നോട്ട്. സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയാണ് ഒരുപാട് യാത്രക്കാർ. പടവുകളുടെ എണ്ണം, നീളം പിന്നെയും കൂടുകയാണ് നോക്കെത്താ ദൂരത്തോളം. സംഘാംഗങ്ങൾക്ക് കരുതലായി ഏറ്റവും പിറകിൽ നടന്നിരുന്ന പ്രയാഗ് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പമെത്തിയിരിക്കുന്നു. മുന്നിൽ നടന്നിരുന്ന കിലയും സംഘവും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പ്. ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ചിന്ത പോയത് മറ്റൊരു വഴിക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആധുനിക യന്ത്രങ്ങളോ റോഡുകളോ ഇല്ലാതെ ഇത്രയും വലിയ നിർമ്മിതി എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു? ഞങ്ങളുടെ ഗൈഡ് സൂചിപ്പിച്ചതും വായിച്ചറിഞ്ഞതുമായ വസ്തുതകൾ വെച്ച് ഈ കാണുന്ന ടൈഗേഴ്സ് നെസ്റ്റ് ഒരു ദിവസം കൊണ്ട് ഉയർന്നു വന്ന ക്ഷേത്രമല്ല. 8-ാം നൂറ്റാണ്ടിൽ ഗുരു റിംപോച്ചെ ധ്യാനിച്ചിരുന്ന ഇവിടുത്തെ ഗുഹയെ ആസ്പദമാക്കി 1692 ഇന്നത്തെ ടൈഗേഴ്സ് നെസ്റ്റ് ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് പല ഘട്ടങ്ങളിലായി വികസിപ്പിക്കപ്പെട്ട ഈ സമുച്ചയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 1998 വലിയ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. പിന്നീട് ചരിത്രരേഖകളും പഴയ ചിത്രങ്ങളും അടിസ്ഥാനമാക്കി ഏകദേശം 2005 പുനർനിർമ്മിക്കപ്പെട്ട സമുച്ചയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറക്കത്തിനും കയറ്റത്തിനുമിടയിലായി ഇതാ ഇവിടെ ഒരു പാലമുണ്ട്. നിരപ്പായ പ്രതലത്തിലൂടെ അല്പനേരം നടക്കാം, കുറച്ചുനേരം വിശ്രമിക്കാം. തൊട്ടപ്പുറത്ത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും. അതിൻ്റെ കാഴ്ച കണ്ട് ആസ്വദിക്കാം ആവോളം. പക്ഷേ ഞങ്ങൾക്കിവിടെ വിശ്രമിക്കാൻ നേരമില്ല. ഞങ്ങളെ കാത്തിരുന്ന് മുഴിഞ്ഞിട്ടുണ്ടാകും വളരെ നേരത്തെ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലെത്തിയ ഞങ്ങളുടെ കൂട്ടുകാർ. ഒടുവിൽ പടിവാതിലും കടന്ന് ഞങ്ങളും എത്തിയിരിക്കുന്നു ആ വിസ്മയ കാഴ്ചയ്ക്ക് മുമ്പിൽ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നിട്ട പാതയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം. നീണ്ടു വളഞ്ഞങ്ങനെ കിടക്കുകയാണ് കയറ്റിറക്കങ്ങളോട് കൂടിയ ആ കൽപ്പടവുകൾ. ഇനിയങ്ങോട്ട് വടിക്കും ബാഗിനും ക്യാമറയ്ക്കും മൊബൈൽ ഫോണിനും ഒന്നും പ്രവേശനമില്ല. 7 ക്ഷേത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം. അത് കഴിഞ്ഞ് താഴെ ക്യാമറ അനുവദനീയമായ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോ. അതും കഴിഞ്ഞ് പടിയിറക്കം. വന്ന വഴി മറന്നുകൊണ്ടല്ല, മനസ്സിലിട്ടുകൊണ്ടുള്ള മടക്കയാത്ര. എല്ലാവരും ഇറങ്ങിയത് ഏതാണ്ട് ഒരേ സമയത്താണെങ്കിലും താഴെ പാലത്തിനരികിലെത്തുമ്പോഴേക്കും മറ്റുള്ളവർ ഏറെ മുന്നിലെത്തിയിരുന്നു. ഇങ്ങോട്ട് കരുതലായി കൂടെ നിന്ന പോലെ ഞങ്ങൾ 4 സംഘം പിന്നെയും ഒന്നിച്ചു. ഇത്തവണ പ്രയാഗും ഒപ്പമുണ്ടായിരുന്നു.
തമാശകൾ പറഞ്ഞും ചിരിച്ചും ഫോട്ടോ എടുത്തും അങ്ങനെ മുന്നോട്ട്. സഹയാത്രികയുടെ പ്രയാസം കണക്കിലെടുത്ത് യാത്ര പിന്നെയും മന്ദഗതിയിലായപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ പതിയെ നടന്ന് താഴെ എത്തുമ്പോഴേക്കും നേരത്തെ എത്തിയവർ ഞങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു. പിന്നെ വാഹനത്തിൽ മുന്നോട്ട് ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. കുളിച്ച് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന നേരം മനസ്സിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. ഇന്നത്തെ യാത്രയുടെ മായാത്ത ചിത്രങ്ങൾ. ഭൂട്ടാൻ യാത്രയുടെ ഓർമ്മയ്ക്കായി മനസ്സിൻ്റെ ചെപ്പിൽ എന്നെന്നും സൂക്ഷിക്കാവുന്ന കുറേ നല്ല നിമിഷങ്ങളുടെ ചിത്രങ്ങൾ. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും കരുതലിൻ്റെയും വർണ്ണചിത്രങ്ങൾ. ടൈഗേഴ്സ് നെസ്റ്റ് ട്രെക്കിങ്ങിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ചിത്രങ്ങൾ. ട്രെക്കിംഗ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഭൂട്ടാൻ യാത്ര അവസാനിച്ചിട്ടില്ല. ഭൂട്ടാനിലെ പ്രശസ്തമായ മ്യൂസിയത്തിലെ വിസ്മയ കാഴ്ചകളുമായി ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ് എപ്പിസോഡ് 9 ഒയോളം വോയിസിൽ ഉടൻ വരുന്നു. കാത്തിരിക്കുക.